ഒരു പെണ്ണിന്റെ സ്വഭാവം കൊണ്ട് ഒരാണ് മനസ്സിൽ തൃപ്തനാണെങ്കിൽ സ്വർഗത്തിന്റെ 8 വാതിലും പടച്ചോങ്ങൾക്ക് തുറന്നേരും. ഇതിനൊക്കെയാ പടച്ചോൻ ദുനിയാവിലെ കുടുംബം തന്നെ. അല്ലാതെ കുറെ തിന്ന് ജീവിക്കുക, നേരം വെളുക്കുക, ഓൾ അടുക്കളയിൽ നിന്ന് അധ്വാനിക്കുക, നമ്മളിങ്ങനെ തിന്നുപോവുക, അല്ലെ നമ്മളിങ്ങനെ അധ്വാനിക്കുക, ഓളങ്ങനെ കുറെ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കുക, പിന്നെ മക്കൾ നോക്കുക, ആർക്കും ഒരു ഉപകാരവും ഇല്ലാണ്ട് മാസത്തിൽ ഒരിക്കൽ പോലും തമ്മത്തൊടാണ്ട് കിടന്നുറങ്ങുക, അതിന്റെ അടുത്ത് കുറെ സൂക്കേട് വരിക, കുറെ കുളി കുടിക്കുക, അങ്ങനെ അങ്ങ് മരിച്ചു പോവുക. ഇതിലെന്ത് ജീവിതമുള്ളു? ജീവിതം ഒരിക്കലേ ഉള്ളൂ. നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മരിക്കാനുള്ള യാത്രയാണെങ്കിൽ 6 അടി മണ്ണിലെത്തുന്നതിന്റെ മുൻപ് കിട്ടുന്ന 10 ദിവസം ഒന്ന് പ്രണയിക്കും മനുഷ്യരെ. 85 വയസ്സുള്ള ഒരു വൃദ്ധന് ഭക്ഷണം കോരിക്കൊടുക്കുന്നത് 80 വയസ്സുള്ള ഭാര്യ. ആയുസ്സുള്ള കാലത്ത് നല്ലോണം നോക്കിയ, ആയുസില്ലാത്ത കാലത്ത് പടച്ചോൻ നമുക്കൊരു സംരക്ഷണം തരും ഏതെങ്കിലും വഴിക്ക്. ആയുസ്സുള്ള കാലത്ത് മുതലും ആഗ്രഹിച്ച് പരക്കം പാഞ്ഞ് തമ്മത്തല്ലി ജീവിച്ച അവസാന കാലത്തൊരർക്ക് വെള്ളം ഏത് കൈമെന്ന് കിട്ടുന്ന ആലോചിച്ച് കിടക്കേണ്ട ഗതികേട് നമുക്ക് വരാതിരിക്കാൻ പരസ്പരം സ്നേഹിക്കുക. നാളെ മരിച്ചു വന്ന പെണ്ണിന്റെ മുഖത്തോക്കി പറയാൻ പറ്റണം, എന്നെ പറ്റി ഒരു പരാതിയൊക്കെ പറയാനില്ലാന്ന്. നാട്ടുകാർ മൊത്തം എന്നെ കുറ്റം പറഞ്ഞാലും എന്റെ ഓക്കിനെ പറ്റി പരാതി പറയാനില്ലാന്ന്. അതോളെപ്പറ്റി അവനും അവനെപ്പറ്റി അവളും പറഞ്ഞ ഓന്റെ നിസ്കാരത്തിനാവല, ഓന്റെ നോമ്പിനാവല, ഓന്റെ ചിഹ്നത്തിനാവല, ഓളുടുത്ത പർദ്ദക്കാവല, ഓള് പഠിച്ച ഖുർആനാവല. ആ തിരിച്ചറിവിനാകട്ടെ ഈ ഒരു സംസാരം എന്ന് ഓർമ്മപ്പെടുത്തി വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും.